അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗോസസ് ലോ? ഗോസസ് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ഇട്ട് എഴുതി, ഗോസ് എന്ന് എഴുതിയിട്ട് അപ്പോസ്ട്രോഫി ഇട്ടാൽ മതി കേട്ടോ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗോസസ് ലോ? ഗോസസ് ലോയുടെ സിഗ്നിഫിക്കൻസ് എന്താന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മൾ ഈ അൺഇമ്പോർട്ടൻ്റ് എന്നൊരു വേർഡ് നമുക്കില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പം നമുക്ക് ഗോസ് തിയറം പ്രയോഗിച്ചതാണ്. നമ്മൾ കുറേ സ്ഥലത്ത് ഗോസിയൻ സർഫസ് ഉപയോഗിച്ചു അല്ലേ? നമ്മൾ ആ ഷീറ്റ് പഠിച്ച സമയത്ത് നമ്മളവിടെ ഒരു എന്താണ് പാരലൽ പൈപ്പ് എടുത്ത് ചെയ്തു, പിന്നെ സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് എടുത്ത് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലായത് നമ്മൾ എടുക്കുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് ആയാൽ മതി. അപ്പം അല്ലാതെ ഇന്ന സാധനം എടുക്കണമെന്ന് നിർബന്ധമല്ല ഉണ്ടോ? അപ്പോൾ ഗോസിയൻ സർഫസ് ക്യാൻ ഹാവ്, ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കണമെന്നേ ഉള്ളൂ, ക്ലോസ്ഡ് ആയിരിക്കണമെന്നേ ഉള്ളൂ. എനി ഷേപ്പ്, ഏത് ഷേപ്പായാലും നമുക്ക് കുഴപ്പമില്ല, ഏത് ഷേപ്പായാലും കുഴപ്പമില്ല, ക്ലോസ്ഡ് ആയിരിക്കണം എന്നുള്ള നിർബന്ധം മാത്രമേ ഉള്ളൂ. സോ ഗോസിയൻ സർഫസ് ക്യാൻ ഹാവ് എനി ഷേപ്പ് ബട്ട് ഇറ്റ് ഷുഡ് ബി എ ക്ലോസ്ഡ് വൺ. ഇനി രണ്ടാമത്തത്, ഗോസ് തിയറം പ്രയോഗിച്ച സമയത്ത് നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്താണ്? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q എന്നല്ലേ? ദെൻ വാട്ട് ഈസ് Q ഹിയർ? ഇവിടെ Q എന്ന് പറയുന്നത് എന്താണ്? Q എന്ന് പറയുന്നത് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ്. നമ്മൾക്ക് അറിയാവുന്ന കേസാണ്. അപ്പോൾ ഗോസ് തിയറം പ്രയോഗിക്കുമ്പോൾ വെൻ ഗോസ് തിയറം ഈസ് അപ്ലൈഡ് വി റൈറ്റ് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q. ഹിയർ what is Q? Q is a charge inside the Gaussian surface. ഇനി നമ്മളൊരു സ്ഥലത്ത് കുറേ ചാർജൊക്കെ ഇവിടെ നിൽക്കുകയാണേ, കുറേ ചാർജൊക്കെ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ എല്ലായിടവും ചാർജ് ഉണ്ട്, ഇവിടെ എല്ലായിടവും ചാർജ് ഉണ്ടേ. അപ്പം ഇങ്ങനെ ചാർജ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു ഗോസിയൻ സർഫസ് എടുക്കും. ഗോസിയൻ സർഫസ് ഒക്കെ എടുത്തു, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ ഗോസിയൻ സർഫസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ഇക്വേഷൻ എഴുതുക? ക്ലോസ്ഡ് ഇന്റഗ്രൽ E dot ds is equal to 1/ε0 ടൈംസ് ചാർജ് എന്നൊക്കെ എഴുതും, അതല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ എഴുതുന്ന ഗോസിയൻ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് Q എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഗോസിയൻ സർഫസിന്റെ അകത്തുള്ള ചാർജാണ്. പക്ഷേ ഇവിടെ നമ്മൾ E എന്ന് ഉദ്ദേശിക്കുന്നത്, ഇവിടെ E എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്, ഡ്യൂ ടു ദ ചാർജ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. മനസ്സിലായില്ല? നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഗോസിയൻ സർഫസ് എടുത്തു, ഇതുപോലെ എടുത്ത സമയത്ത് ഈ ഗോസിയൻ സർഫസിന്റെ അകത്തും ചാർജ് ഉണ്ട്, പുറത്തും ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗോസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയല്ലേ എഴുതുക? ഇതിൽ Q എന്ന് പറയുന്നത് എന്താണ്? ഈ ഗോസിയൻ സർഫസിന്റെ അകത്തുള്ള ചാർജ് ആണ് എടുക്കേണ്ടത്, അതിന് നമുക്ക് ഡൗട്ടില്ല. പക്ഷെ ഇവിടെ E എന്നും പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഈ ഇലക്ട്രിക് ഫീൽഡാണ്. എവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ്? ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കിട്ടിയത്. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത് ഈ വെളിയിലെ ചാർജ് കാരണോ അകത്തുള്ള ചാർജ് കാരണോ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് മാത്രം ഓർക്കണം. അപ്പോൾ വൈൽ അപ്ലൈയിങ് ഗോസ് തിയറം വി റൈറ്റ് അല്ലെങ്കിൽ വൈൽ അപ്ലൈയിങ് ഗോസ് തിയറം ഇഫ് ദർ ആർ ചാർജസ് ഇൻ ദ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ we write closed integral E dot ds is equal to 1/ε0 into Q. Here Q is a charge in the interior of the Gaussian surface. Then E is the electric field due to the entire charges interior and outside. Am I right? മനസ്സിലായില്ല? See, if Gaussian surface is taken in such a way that there are charges in the interior and out and exterior, we write this step closed integral E dot ds is equal to 1/ε0 into Q. Here Q is a charge in the interior and E is the electric field at this point. It is due to the contribution of the charges in the interior and outside. That is the thing I told. So what is the third? So if Gaussian surface is taken in such a way that there are charges in the interior and outside, we write closed integral E dot ds is equal to 1/ε0 into Q. Here Q is a charge inside the Gaussian surface. E is an electric field due to the charges in the interior as well as exterior. Okay. Then fourth step. See, while applying Gauss theorem, see, you should not take the Gaussian surface for discrete charges. ഇതിപോലെ ചാർജുള്ള സ്ഥലത്തൊന്നും കയറി എന്തെടുത്ത് കളയരുത്, ഗോസിയൻ സർഫസ് എടുത്ത് കളയരുത്. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള സ്ഥലത്തെ എടുക്കാവൂ.
നമ്മൾ ആദ്യം പഠിച്ച ഡെറിവേഷൻ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്. ലൈൻ ചാർജ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? രണ്ടാമത് എടുത്ത എന്താണ്? ഒരു ചാർജ് ഷീറ്റ് അല്ലേ? അതും ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? അപ്പൊ അതുപോലെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള സ്ഥലത്ത് മാത്രമേ ഏത് കയറി എടുക്കാവൂ? ഗോസിയൻ സർഫസ് കയറി എടുക്കാവൂ. ഡിസ്ക്രീറ്റ് ചാർജ് ഉള്ള സ്ഥലത്ത് കയറി എടുക്കരുത്. അപ്പൊ എന്താണ്? ഗോസിയൻ സർഫസ് ഷുഡ് നോട്ട് ബി ടേക്കൺ when there is discrete charges. It should pass through continuous charge distribution. അത് ഏത് വഴി പോകണം? കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വഴി പോകണം. ഇനി ഒരു പോയിന്റ് കൂടെ നമുക്ക് ഇതിനകത്തുണ്ട്. ഗോസ് തിയറം നമ്മളിപ്പോൾ അങ്ങോട്ട് കണ്ടതേ ഉള്ളൂ. നമ്മൾ ഗോസ് തിയറത്തിൽ നിന്ന് തുടങ്ങി കൂളോംസ് ലോയിൽ അവസാനിച്ചു അല്ലേ? അപ്പൊ ഗോസ് തിയറം ഈസ് ബേസ്ഡ് ഓൺ എന്തോന്ന്? കൂളോംസ് ലോ. കൂളോംസ് ലോയെ ബേസ് ചെയ്താണ് ആരിയിരിക്കുന്നത്? ഗോസ് തിയറം ഇരിക്കുന്നത്. അപ്പോൾ ഗോസ് തിയറത്തിന്റെ വയലേഷൻ ഓട്ടോമാറ്റിക്കലി കൂളോംസ് ലോയുടെ വയലേഷനും ആവും. അല്ലെങ്കിൽ തിരിച്ച് കൂളോംസ് ലോയുടെ വയലേഷൻ ഗോസ് തിയറത്തിന്റെ വയലേഷനും കൂടെ ആവും. ഓക്കെ, അപ്പോൾ എന്താണ് ഒന്നുകൂടെ ഞാൻ പറയാം. ഗോസ് തിയറം ക്വസ്റ്റ്യൻ എന്താണ്? സിഗ്നിഫിക്കൻസ്. റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗോസ് തിയറം. ഇത് നമുക്കൊരു ബോറിംഗ് സെക്ഷൻ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ബോറിംഗ് ആയിട്ട് കാര്യമില്ലല്ലോ, പഠിച്ചല്ലേ പറ്റൂ. സോ റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗോസ് തിയറം. പറയൂ. Gaussian surface can have any shape, but it should be a closed one. Gaussian surface can have any shape, but it should be a closed one. Then by Gauss theorem we write flux is equal to 1 by epsilon 0 into Q. Here Q is a charge enclosed by the Gaussian surface. By Gauss theorem we write flux is equal to 1 by epsilon 0 into Q. Here Q indicates the charge enclosed by the Gaussian surface. Then if Gaussian surface is taken in such a way that there are charges in the interior and exterior, we write closed integral E dot ds is equal to 1 by epsilon 0 into Q. Here Q indicates the charge in the interior, charge enclosed by the Gaussian surface. E represents the electric field due to the charges in the interior as well as exterior. Once again, if Gaussian surface is taken in such a way that there are charges in the interior and exterior, we write closed integral E dot ds is equal to 1 by epsilon 0 into Q. Here Q indicates the charge enclosed by the Gaussian surface. E indicates the electric field due to the charges in the interior as well as exterior. Very important point. Now Gaussian surface should not pass through discrete charges. It should pass through continuous charge distributions. Gaussian surface should not pass through discrete charges. It should pass through continuous charge distributions. Then Gauss theorem is based on Coulomb's law. So violation of Gauss theorem leads to violation of Coulomb's law. Once again, Gauss theorem is based on Coulomb's law. So violation of Gauss theorem leads to the violation of Coulomb's law. Once again, I will explain what is the significance of Gauss theorem. Gaussian surface can have any shape, but it should be a closed one. Second, by Gauss theorem we write flux is equal to 1 by epsilon 0 times charge. Here charge means charge enclosed by the Gaussian surface. Then if Gaussian surface is selected in such a way that there are charges in the interior as well as exterior, we write closed integral E dot ds is equal to 1 by epsilon 0 into Q. Here Q indicates the charge in the interior and E indicates the electric field due to the charge in the interior and exterior. Then next, Gaussian surfaces should not pass through discrete charges. Gaussian surface should pass through what? Continuous charge distributions. Then Gauss theorem is based on Coulomb's law. Violation of Gauss's law leads to the violation of Coulomb's law. Okay.